ഞാൻ എന്തു ചെയ്തു തരണം എന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. മർക്കോസ് 10:52. കർത്താവായ യേശുക്രിസ്തു ആ കുരുടനെ നോക്കി ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു വഴിയിലൂടെ പോയപ്പോൾ അവൻ പല പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് യേശുക്രിസ്തുവിൻ്റെ സഹായം അവൻ ആവശ്യപ്പെടുകയാണ്. ശിഷ്യന്മാരാരും പ്രതീക്ഷിച്ചതല്ല. യേശുക്രിസ്തു പറയുകയാണ്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആ കുരുടനെ അവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നമുക്കറിയാം, ഒരു കുരുടൻ്റെ ആവശ്യം എന്തായിരിക്കും? അവന് കാഴ്ച പ്രാപിക്കണം എന്നുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ കർത്താവായ യേശുക്രിസ്തു എടുത്തു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആ കുരുടൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. തൻ്റെ ആവശ്യം എന്താണ് എന്ന് വ്യക്തമായി പറയാനുള്ള ഒരു ബോധ്യം കുരുടനെങ്കിലും അവനുണ്ടായിരുന്നു. അവൻ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് എൻ്റെ ആവശ്യം നിറവേറ്റിത്തരാൻ കഴിയും എന്നുള്ള ഉറച്ച ബോധ്യവും അവൻ എവിടെ നിന്നോ ആർജിച്ചിരുന്നു. കർത്താവായ യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്. നിൻ്റെ ഏത് ആവശ്യവും നടത്തിത്തരാൻ കർത്താവ് മതിയായവനാണ്. നിൻ്റെ രോഗസൗഖ്യത്തിനായി ഇപ്പോൾ പ്രാർത്ഥിച്ചാലും, ആ രോഗം എന്തു തന്നെ ആയിരുന്നാലും അതിന് സൗഖ്യം നൽകുവാൻ കർത്താവായ യേശുക്രിസ്തു മതിയായവനാണ്. യേശു ആ കുരുടനോട് പറഞ്ഞു, പോവുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു എന്നാണ് അവിടെ കാണുന്നത്. ഉടനെ. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ആവശ്യം എന്തു തന്നെ ആയാലും, നിങ്ങളുടെ രോഗം ഏതു തന്നെ ആയാലും, കർത്താവായ യേശുക്രിസ്തുവിനോട് നിങ്ങളുടെ ആവശ്യം പറയുന്ന ആ മാത്രയിൽ തന്നെ നിന്റെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടായിരിക്കും. നിന്റെ ആവശ്യം നിറവേറിയിരിക്കും. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും ജീവിക്കുന്നവനായ ദൈവമാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. അതുപോലെ നിന്റെ ജീവിതത്തിലും ഉടനെ ഒരു വ്യത്യാസം സംഭവിച്ചിരിക്കും, തീർച്ച. പിന്നീട് അവൻ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ആ സൗഖ്യത്തിന് ശേഷം അവൻ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചതായി നമുക്ക് കാണാം. ഒരത്ഭുതം, ഒരടയാളം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നീയും ഈ കർത്താവിനെ അനുഗമിക്കുക തന്നെ ചെയ്യും.